ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും BBRൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിവിക്സിൽ നിന്നുള്ളൊരു ടോപ്പിക്കാണ്. നമ്മുടെ PSC പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോക്പാൽ ലോകായുക്ത നിയമമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതോടൊപ്പം നമ്മുടെ 10th പ്രിലിംസിനുള്ള 30 ഡേയ്സ് സ്റ്റഡി പ്ലാന് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭ്യമാണ്. നിങ്ങളെല്ലാവരും അതിൽ കയറി ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മൾ PDF ഒക്കെ അവൈലബിൾ ആക്കുന്നതും ടെലിഗ്രാം ചാനലിലൂടെയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലോക്പാൽ ലോകായുക്ത നിയമം. ലോക്പാൽ ലോകായുക്ത നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2013 ലോക്പാൽ ലോകായുക്ത എന്നിവ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ലോക്പാൽ എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനുള്ള സംവിധാനമാണെന്ത് ലോക്പാൽ. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനുള്ള സംവിധാനമാണ് ലോകായുക്ത എന്ന് പറയുന്നത്. ഈ രണ്ട് നിയമങ്ങളും നിലവിൽ വന്നത് 2013 രാജ്യസഭ പാസാക്കിയത് 17 ഡിസംബർ 2013 അതുപോലെ തന്നെ ലോക്സഭ പാസ്സാക്കുന്നത് 18 ഡിസംബർ 2013 ലോക്പാലും ലോകായുക്തയും നിലവിൽ വരുന്നത് 2013 രാജ്യസഭ പാസ്സാക്കിയത് 17 ഡിസംബർ 2013 ഇത് ലോക്സഭ പാസ്സാകുന്നത് 18 ഡിസംബർ 2013 ഒരു ബില്ല് പാസ്സാകണമെങ്കിൽ അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം കൂടി വേണമല്ലേ. അപ്പോൾ ഈ ബില്ല് പ്രസിഡൻറ്റ് അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ ജാനുവരി 1, 2014 ഈ നിയമം പ്രസിഡൻറ്റ് അംഗീകരിക്കുന്നത്. പ്രാബല്യത്തിൽ വരുന്നത് 2014 ജനുവരി 16 പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്പാൽ ലോകായുക്ത നിയമം ജനുവരി 1, 2014 പ്രസിഡൻറ്റ് അംഗീകരിക്കുന്നു. അതുപോലെ 2014 ജനുവരി 16 നിയമം പ്രാബല്യത്തിൽ വരുന്നു. ഇപ്പോൾ ഡേറ്റുകളെല്ലാം ഒന്ന് നോക്കിയിരിക്കുക. നമുക്കൊന്നുകൂടെയും പറയാം. ലോക്പാൽ ലോകായുക്ത നിയമം നിലവിൽ വരുന്നത് 2013 അത് രാജ്യസഭ പാസ്സാക്കിയത് 17 ഡിസംബർ 2013 ലോക്സഭ പാസ്സാക്കിയത് 18 ഡിസംബർ 2013 അപ്പോൾ ഒരു ദിവസത്തെ വ്യത്യാസത്തിലാണ് രാജ്യസഭയും ലോക്സഭയും ഈ നിയമം പാസ്സാക്കുന്നത്. അതുപോലെ തന്നെ പ്രസിഡൻറ്റ് അംഗീകരിച്ചത് ജനുവരി 1, 2014 പ്രസിഡൻറ്റ് അംഗീകരിച്ചു അല്ലെങ്കിൽ പ്രസിഡൻറ്റ് ഒപ്പുവെച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ ജനുവരി 1, 2014 നിയമം പ്രാബല്യത്തിൽ വരുന്നത് ജനുവരി 16, 2014 അപ്പോൾ ഈ ഡേറ്റുകളെല്ലാം ഒന്ന് നിങ്ങൾ നോക്കി വച്ചേക്കുക. നിയമപരിധി എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനാണ്. ഈ നിയമത്തിൻ്റെ നിയമപരിധി എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ മുഴുവൻ ബാധകമാണല്ലേ. അപ്പോൾ നമുക്കിത് ഡീപ്പായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്, 15 അധ്യായങ്ങളും 63 വകുപ്പുകളും ഉൾപ്പെടുന്നു. എന്തൊക്കെയാണ്? ഈ നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്, 15 അധ്യായങ്ങളാണ്, അതുപോലെ 63 വകുപ്പുകളും ഉണ്ട്. 3 പാർട്ട്, 15 ചാപ്റ്റേഴ്സ്, 63 സെക്ഷൻസും ഈ നിയമത്തിൽ ഉണ്ട്. നിയമത്തിലെ വകുപ്പ് 3 പ്രകാരം എന്താണ് പറയുന്നത്? കേന്ദ്ര തലത്തിലെ പൊതുപ്രവർത്തകർക്കെതിരായ അഴിമതി പരാതികൾ കൈകാര്യം ചെയ്യാൻ ലോക്പാൽ ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെപ്പറ്റിയാണ് വകുപ്പ് 3 പറയുന്നത്. എന്താണ്? കേന്ദ്ര തലത്തിലെ പൊതുപ്രവർത്തകർ, കേന്ദ്ര തലത്തിൽ ഇപ്പോൾ പൊതുപ്രവർത്തകരില്ലേ ജോലിയൊക്കെ ചെയ്യുന്നത്, അവരുടെ അഴിമതി തടയുന്നതിന് വേണ്ടി ലോക്പാൽ ദേശീയ തലത്തിൽ രൂപീകരിക്കുന്നതിനെ പറ്റിയാണ് വകുപ്പ് 3 പറയുന്നത്. വകുപ്പ് 3 പറയുന്നത് ഓക്കെ അല്ലേ. നെക്സ്റ്റ്, നിയമത്തിലെ വകുപ്പ് 63 പ്രകാരം എന്താണ് പറയുന്നത്? സംസ്ഥാന തലത്തിലെ പൊതുപ്രവർത്തകർക്കെതിരായ അഴിമതി പരാതികൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലും ലോകായുക്ത രൂപീകരിക്കുന്നു എന്നതിനെപ്പറ്റി പറയുന്നു. എന്താണ്? വകുപ്പ് 63 പ്രകാരം സംസ്ഥാന തലത്തിലെ പൊതുപ്രവർത്തകർക്കെതിരായ അഴിമതി പരാതികൾ കൈകാര്യം ചെയ്യാൻ എല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ് രൂപീകരിക്കുന്നത്? ലോകായുക്ത രൂപീകരിക്കുന്നതിനെ പറ്റി പറയുന്നു. അപ്പോൾ നമുക്കൊന്നുകൂടി പറയാം. നിയമത്തിലെ വകുപ്പ് 3 ആണെങ്കിൽ എന്താണ്? വകുപ്പ് 3 ലോക്പാൽ രൂപീകരണത്തെ പറ്റി പറയുന്നു.
അത് നമ്മുടെ ദേശീയ തലത്തിലുള്ള പൊതുപ്രവർത്തകരുടെ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ടതാണ്. അതുപോലെ തന്നെ വകുപ്പ് 63 എന്താണ് പറയുന്നത്? അതാണ് സംസ്ഥാന തലത്തിലെ പൊതുപ്രവർത്തകർക്കെതിരായ അഴിമതി പരാതികൾ കൈകാര്യം ചെയ്യാൻ സംസ്ഥാന തലത്തിൽ എന്ത് രൂപീകരിക്കുന്നു? ലോകായുക്ത രൂപീകരിക്കുന്നതിനെ പറ്റിയും പറയുന്നു. അപ്പോൾ എന്താണ്? ദേശീയ തലത്തിലാവുമ്പോൾ അത് ലോക്പാലാണ്, അത് വകുപ്പ് 3 മാറിപ്പോകരുത്. ദേശീയ തലത്തിൽ ലോക്പാലും വകുപ്പ് 3 അതുപോലെ തന്നെ ലോകായുക്ത സംസ്ഥാന തലത്തിൽ രൂപീകരിക്കുന്നതാണ്. അത് വകുപ്പ് എത്രയാണെന്ന് ചോദിച്ചാൽ വകുപ്പ് 63. അടുത്തത് നോക്കാം. 1988 അഴിമതി നിരോധന നിയമപ്രകാരം പൊതുപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്താൻ ലോക്പാലിന് അധികാരമുണ്ട്. ഇതിനായി നിയമത്തിലെ വകുപ്പ് 35 പ്രകാരം കേന്ദ്ര സർക്കാർ പ്രത്യേക കോടതികൾ രൂപീകരിക്കും. കോടതിയിൽ കേസ് ഫയൽ ചെയ്ത തീയതി മുതൽ 1 വർഷത്തെ കാലയളവിനുള്ളിൽ വിചാരണ പൂർത്തിയായിരിക്കണം. അപ്പോൾ എന്താണ് പറയുന്നത് ഇതിൽ ലോക്പാലിനെ പറ്റി പറയുന്നു. 1998 അഴിമതി നിരോധന നിയമപ്രകാരം പൊതുപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്താൻ ലോക്പാലിന് അധികാരമുണ്ടെന്ന് പറയുന്നു. വർഷം ശ്രദ്ധിക്കണം. 1998 അഴിമതി നിരോധന നിയമപ്രകാരമാണ്. അതിൽ പൊതുപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്താൻ ലോക്പാലിന് അധികാരമുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിയമത്തിലെ വകുപ്പ് 35 പ്രകാരം കേന്ദ്ര സർക്കാർ പ്രത്യേക കോടതികൾ രൂപവൽക്കരിക്കും. കോടതിയിൽ കേസ് ഫയൽ ചെയ്ത തീയതി മുതൽ 1 വർഷത്തെ കാലയളവിനുള്ളിൽ ഇതിൻ്റെ വിചാരണ പൂർത്തിയായിരിക്കണം. ഇപ്പോൾ വർഷം 1988 അഴിമതി നിരോധന നിയമപ്രകാരം ഒരു പൊതുപ്രവർത്തകർക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ലോക്പാലിന് അതിൽ അന്വേഷണം നടത്താൻ അധികാരമുണ്ട്. ഈ നിയമത്തിലെ വകുപ്പ് 35 പ്രകാരം കേന്ദ്ര സർക്കാർ പ്രത്യേക കോടതികൾ രൂപവൽക്കരിക്കും. കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. അതുപോലെ തന്നെ ഈ കേസിൻ്റെ വിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയായിരിക്കുകയും ചെയ്യണം. ഇതാണ് 1988 അഴിമതി നിരോധന നിയമത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വകുപ്പുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. വകുപ്പ് 35 ചിലപ്പോൾ ഈ കാലയളവൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയായിരിക്കണം. അത് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ വർഷം 1988 ഇതൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത വകുപ്പ് 14 പറ്റിയാണ് പറയുന്നത്. വകുപ്പ് 14 എന്താ പറയുന്നതെന്ന് നോക്കാം. വകുപ്പ് 14 പ്രകാരം പ്രധാനമന്ത്രി, കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാർ, പാർലമെൻറ്റ് അംഗങ്ങൾ, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ, അവരെയൊക്കെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ഗ്രൂപ്പ് ABCD എന്നറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആളുകളൊക്കെയാണ്. ലോക്പാലിൻ്റെ അന്വേഷണത്തിന് അർഹരാണ്. നിയമത്തിലെ വകുപ്പ് 14 പ്രകാരം പ്രധാനമന്ത്രിയുടെ പറ്റി പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാർ, പാർലമെൻറ്റ് അംഗങ്ങൾ, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം കൂടി പറയുന്നതാണ് ഗ്രൂപ്പ് ABCD എന്ന്. ലോക്പാലിൻ്റെ അന്വേഷണത്തിന് ഇവരെല്ലാവരും അർഹരാണ്. ഇവരെ പറ്റിയൊക്കെ എന്ത് വന്നാലും, എന്തെങ്കിലും ഒരു അഴിമതിയെ പറ്റി ഒരു ഇതൊക്കെ പരാതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും അന്വേഷണത്തിന് അർഹരാണെന്നാണ് പറയുന്നത്. അത് വകുപ്പ് ഏതാണ്? വകുപ്പ് 14 പ്രകാരമാണ് പ്രധാനമന്ത്രി, കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാർ, പാർലമെൻറ്റ് അംഗങ്ങൾ, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാവരും അന്വേഷണത്തിന് വിധേയമാകുന്നത് വകുപ്പ് 14 പ്രകാരമാണ്. ഓക്കെ, നെക്സ്റ്റ്. ലോക്പാലിനെ തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേരടങ്ങുന്ന ഒരു സമിതിയാണ് ലോക്പാലിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ലോക്പാലിലെ തിരഞ്ഞെടുക്കുന്ന 5 അംഗ സമിതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഈ 5 അംഗ സമിതിയാണ് ലോക്പാലിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതാരൊക്കെയാണ്? അതിൽ പ്രധാനമന്ത്രി വരുന്നുണ്ട്, ലോക്സഭാ സ്പീക്കർ വരുന്നുണ്ട്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് വരുന്നുണ്ട്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന പ്രമുഖ ഒരു നിയമ വിദഗ്ധനും കൂടിയും വരുന്നുണ്ട്. ആരൊക്കെയാണ് ലോക്പാലിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന പ്രമുഖ നിയമജ്ഞൻ. ഇത്രയും പേര് ചേർന്നിട്ടാണ്
ലോക്പാലിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ലോക്പാലിൽ എത്ര അംഗങ്ങളാണ്? ലോക്പാലിൽ ചെയർമാൻ ഉൾപ്പെടെ 9 അംഗങ്ങളാണ് ലോക്പാലിൽ വരുന്നത്. ഒരു ചെയർമാൻ ഉണ്ടാകും, 8 അംഗങ്ങളും ഉണ്ടാകും. ലോക്പാൽ മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ലോക്പാലിലെ ചെയർമാനെയും, അതുപോലെ അതിൽ അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, 8 അംഗങ്ങളും ഉണ്ടാവും, ഒരു ചെയർമാനും ഉണ്ടാവും. ഇവരെ 9 പേരെയും നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രസിഡൻ്റാണ് നിയമിക്കുന്നത്. ലോക്പാൽ പാനലിൽ ഒരു ചെയർപേഴ്സണും ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, പരമാവധി 8 അംഗങ്ങളുണ്ടാവും. അവരിൽ 4 പേർ ജുഡീഷ്യൽ അംഗങ്ങളായിരിക്കും, 4 പേരെന്തായിരിക്കും? 4 പേര് സാധാരണ അംഗങ്ങളുമായിരിക്കും. ശ്രദ്ധിക്കണം, ഇതൊക്കെ PSC ക്വസ്റ്റ്യൻസുകളിൽ റിപ്പീറ്റായിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ച് പഠിക്കുക. ലോക്പാലിലെ തിരഞ്ഞെടുപ്പിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ ആരൊക്കെ വരുമെന്ന് എപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ അംഗങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിക്കാറുണ്ട്, ജുഡീഷ്യൽ അംഗങ്ങളെപ്പറ്റി ചോദിക്കാറുണ്ട്, സാധാരണ അംഗങ്ങളെപ്പറ്റി ചോദിക്കാറുണ്ട്. എല്ലാം ഇതിപ്പോൾ ഞാൻ പറയുന്ന പോയിന്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് പറഞ്ഞിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇപ്പം നോക്കാം. ലോക്പാൽ പാനലിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാകും, പരമാവധി 8 അംഗങ്ങളുണ്ടായിരിക്കും. അവരിൽ 4 പേർ ജുഡീഷ്യൽ അംഗങ്ങളായിരിക്കും, 4 പേര് സാധാരണ അംഗങ്ങളുമായിരിക്കും. ലോക്പാലായി പരിഗണിക്കുന്നതിനുള്ള അർഹത. ലോക്പാലായിട്ട് തിരഞ്ഞെടുക്കണമെങ്കിൽ അവർക്ക് ഒരു ഇതൊക്കെ വേണോ, അല്ലെ, അർഹത വേണോ, അവർക്ക് അതിൻ്റേതായ യോഗ്യത ഉണ്ടായിരിക്കണം. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതി മുൻ ജഡ്ജി ആയിരിക്കണം. അഴിമതി വിരുദ്ധ നയം, പൊതുഭരണം മുതലായവയിൽ കുറഞ്ഞത് 25 വർഷത്തെ പരിചയമുള്ള ഒരു പ്രമുഖ വ്യക്തിയായിരിക്കണം എന്ന് പറയുന്നുണ്ട് ലോക്പാലായി പരിഗണിക്കാൻ. അതായത് അതിൻ്റെ ചെയർമാനായി പരിഗണിക്കുന്നതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ലോക്പാലിലൊരു ചെയർമാൻ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലോക്പാലിലെ ചെയർമാനായി ഒരാളെ പരിഗണിക്കുമ്പോൾ അദ്ദേഹം എന്തായിരിക്കണം? സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അതല്ലെങ്കിൽ സുപ്രീം കോടതി മുൻ ജഡ്ജി ആയിരിക്കണം. ഇത് രണ്ടും അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ നയം, പൊതുഭരണം മുതലായവയിൽ കുറഞ്ഞത് 25 വർഷത്തെ പരിചയമുള്ള ഒരു പ്രമുഖ വ്യക്തിയായിരിക്കണം എന്ത്? ചെയർമാനായിട്ട് വരേണ്ടത്. അതിൽ പ്രായപരിധിയൊക്കെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചെയർമാനെ പറ്റി പറഞ്ഞു. അടുത്തത് നമുക്ക് ജുഡീഷ്യൽ അംഗങ്ങളെ പറ്റി പറയണോ, അല്ലേ? ജുഡീഷ്യൽ അംഗമായി പരിഗണിക്കുന്നതിനുള്ള അർഹത അല്ലെങ്കിൽ യോഗ്യത നമുക്ക് നോക്കാം എന്താണെന്ന്. ജുഡീഷ്യൽ അംഗമായി പരിഗണിക്കുന്നതിനുള്ള യോഗ്യതയാണ് സുപ്രീം കോടതി ജഡ്ജിയായോ അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായോ സേവനം അനുഷ്ഠിച്ചിരിക്കണം. അപ്പോൾ എത്ര ജുഡീഷ്യൽ അംഗങ്ങൾ വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്? 4 ജുഡീഷ്യൽ അംഗങ്ങൾ ഉണ്ടായിരിക്കണം, 4 സാധാരണ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ലോക്പാലിൽ ഒരു ചെയർപേഴ്സണും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ചെയർമാനും ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ്? ജുഡീഷ്യൽ അംഗമായി പരിഗണിക്കാനുള്ള യോഗ്യതയാണ് നമ്മളിപ്പോൾ പറയുന്നത്. സുപ്രീം കോടതി ജഡ്ജിയായോ അല്ലെങ്കിൽ എന്താണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഹൈക്കോടതി ജഡ്ജി ആയാൽ പറ്റില്ല, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെയായിരിക്കണം. നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള ചെറിയ പോയിന്റുകളാണ് നമ്മൾ PSC തെറ്റിക്കാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നത്. പെട്ടെന്ന് ഹൈക്കോടതി ജഡ്ജി എന്നൊക്കെ കാണും, നമ്മളത് കർപ്പിക്കരുത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. സുപ്രീം കോടതി ജഡ്ജിയായോ അതല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായോ സേവനം അനുഷ്ഠിച്ചിരിക്കണം എന്നതാണ് ജുഡീഷ്യൽ അംഗങ്ങൾക്കുള്ള യോഗ്യതയായി പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം. സാധാരണ അംഗമായി പരിഗണിക്കുന്നതിനായുള്ള അർഹത അല്ലെങ്കിൽ യോഗ്യത എന്താണെന്ന് നമുക്ക് പറയാം. സാധാരണ അംഗങ്ങൾ എത്ര പേരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? സാധാരണ അംഗങ്ങൾ 4 പേരായിരിക്കും. ആ 4 പേരെ പരിഗണിക്കുന്നതിനുള്ള യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം. അഴിമതി വിരുദ്ധ നയം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, വിജിലൻസ്, ഫിനാൻസ്, നിയമം, മാനേജ്മെൻറ്റ് എന്നിവയിൽ കുറഞ്ഞത് 25 വർഷത്തെ പ്രത്യേക അറിവും കഴിവുമുള്ളവരായിരിക്കണം സാധാരണ അംഗമായി പരിഗണിക്കേണ്ടത്. സാധാരണ അംഗമായി പരിഗണിക്കേണ്ടവരുടെ യോഗ്യത എന്താണ്? അഴിമതി വിരുദ്ധ നയം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, വിജിലൻസ്, ഫിനാൻസ്, നിയമം, മാനേജ്മെൻറ്റ് എന്നിവയിൽ 25 വർഷത്തെ പ്രത്യേക അറിവും കഴിവും ഉള്ളവരായിരിക്കണം. എത്ര വർഷത്തെ അറിവുണ്ടായിരിക്കണം അവർക്ക്? 25 വർഷത്തെ അറിവും കഴിവും ഉള്ളവരെയാണ് എന്ത്? സാധാരണ അംഗമായിട്ട് പരിഗണിക്കുക. ഇപ്പോൾ 4 സാധാരണ അംഗങ്ങളുണ്ടാവും ലോക്പാലിൽ, 4 ജുഡീഷ്യൽ അംഗങ്ങളുണ്ടാവും,
ഒരു ചെയർമാനും ഉണ്ടാകും. അപ്പോൾ നമുക്ക് അവരുടെ പ്രായപരിധിയൊക്കെ ഒന്ന് നോക്കാം. 45 വയസ്സിന് താഴെയുള്ളവർക്ക് ലോക്പാൽ ചെയർമാൻ ആകാൻ സാധിക്കില്ല. ചെയർമാൻ്റെ കാര്യമാണ് പറയുന്നത്. 45 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തിക്ക് എന്താണ് ലോക്പാലിലെ ചെയർമാൻ ആവാനായിട്ട് സാധിക്കത്തില്ല. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ ആരാണ്? ഇന്ത്യയുടെ ആദ്യ ലോക്പാലാണ് പിനാക്കി ചന്ദ്രഘോഷ്. ഇന്ത്യയുടെ ആദ്യ ലോക്പാലാണ് പിനാക്കി ചന്ദ്രഘോഷ്. നിലവിലെ ആരാണ്? നിലവിലെ ലോക്പാൽ എന്ന് പറയുന്നത് ഇപ്പം ആക്ടിംഗ് ലോക്പാലാണ് നിലവിലുള്ളത്. അതാരാണ്? പ്രദീപ് കുമാർ മൊഹന്തിയാണ്. ആരാണ്? പ്രദീപ് കുമാർ മൊഹന്തിയാണ് ഇപ്പോഴത്തെ ആക്ടിംഗ് ലോക്പാൽ എന്ന് പറയുന്നത്. അടുത്തത് വനിതാ ജുഡീഷ്യൽ അംഗമുണ്ട്. ഇപ്പോൾ ആരാണ്? ഒരു വനിതാ ജുഡീഷ്യൽ അംഗമുണ്ട്, വനിതാ നോൺ ജുഡീഷ്യൽ അംഗവുമുണ്ട്. അപ്പോൾ വനിതാ ജുഡീഷ്യൽ അംഗം ആരാണെന്ന് നമുക്ക് നോക്കാം. വനിതാ ജുഡീഷ്യൽ അംഗമാണ് അഭിലാഷ കുമാരി. ആരാണ്? അഭിലാഷ കുമാരി. വനിതാ നോൺ ജുഡീഷ്യൽ അംഗമാരാണ്? അർച്ചന രാമസുന്ദരമാണ്. ആരാണ്? അർച്ചന രാമസുന്ദരമാണ്. നിലവിലെ ആക്ടിംഗ് ലോക്പാൽ പ്രദീപ് കുമാർ മൊഹന്തിയാണ്. വനിതാ ജുഡീഷ്യൽ അംഗമാണ് അഭിലാഷ കുമാരി. വനിതാ നോൺ ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ സാധാരണ അംഗം ആരാണെന്ന് ചോദിച്ചാൽ അർച്ചന രാമസുന്ദരമാണ്. അർച്ചന രാമസുന്ദരമാണ്. അതുപോലെ നമുക്ക് ലോക്പാൽ ചെയർമാൻ അംഗങ്ങളുടെ കാലാവധി ഇമ്പോർട്ടൻ്റ് ആണല്ലേ. എല്ലാ എക്സാമിനും തന്നെ ഇത്തവണ LDക്കൊക്കെ ഉണ്ടായിരുന്നു, കാലാവധി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോക്പാൽ ചെയർമാനും അംഗങ്ങളുടെയും കാലാവധി നമുക്ക് നോക്കാം. 5 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയാണ് ലോക്പാൽ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി. ഒന്നുകിൽ അവർ ജോലിയിൽ പ്രവേശിച്ചിട്ട് 5 വർഷം ആയിരിക്കണം, അല്ലെങ്കിൽ അവർ ജോലിയിൽ പ്രവേശിച്ചിട്ട് ആദ്യം 70 വയസ്സാവുന്നെങ്കിൽ അവർക്ക് അതുവരെ അർഹതയുള്ളൂ, അല്ലെങ്കിൽ 5 വർഷം ആയിരിക്കണം. ഈ രണ്ടിൽ ഏതാണ് ആദ്യം തികയുന്നത് അതുവരെയാണ് അവരുടെ കാലാവധി. അവരെ വീണ്ടും ഇതേ തസ്തികയിലേക്കോ സർക്കാരിൻ്റെ കീഴിൽ ലാഭകരമായ മറ്റ് തസ്തികകളിലേക്കോ നിയമിക്കാൻ പാടില്ല, നിയമിക്കുകയില്ല. എന്താണ് പറയുന്നത്? ഇപ്പോൾ എക്സാമുകളിലൊക്കെ ചോദിക്കാറുണ്ട്, പല തസ്തികകളിലുള്ള ആൾക്കാരെ പുനർനിയമനത്തിന് ഇവർ അർഹരാണോ എന്നൊക്കെയുള്ള രീതിക്കൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ലോക്പാൽ ചെയർമാനെയും അംഗങ്ങളെയും എന്താണ് അവരുടെ കാലാവധിക്ക് ശേഷം ഇതേ തസ്തികയിലേക്കോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിൽ ലാഭകരമായ മറ്റ് തസ്തികകളിലേക്കോ നിയമിക്കുകയില്ല. ആ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക. അവർ വീണ്ടും പുനർനിയമനത്തിന് യോഗ്യരാണോ എന്നൊക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അവർ പുനർനിയമനത്തിന് അർഹരല്ല എന്ന് പഠിച്ചു വയ്ക്കുക. ലോക്പാൽ അംഗങ്ങളിൽ പകുതിയെങ്കിലും പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ എന്നിവയിൽ നിന്നുള്ളവരായിരിക്കണം എന്നൊരു നിയമം കൂടി ഇതിലുണ്ട്. എന്താണ്? ലോക്പാൽ അംഗങ്ങളിൽ പകുതിയെങ്കിലും, മൊത്തമല്ല, ഇപ്പോൾ എത്ര പേരാണ് നമ്മൾ അംഗങ്ങൾ പറഞ്ഞത്? 9 പേരാണ്. ഇതിൽ പകുതിയെങ്കിലും, അതായത് കുറഞ്ഞത് 4 പേരെങ്കിലും ലോക്പാൽ അംഗങ്ങളിൽ പകുതിയെങ്കിലും പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നോക്ക വിഭാഗം, ന്യൂനപക്ഷം, സ്ത്രീകൾ എന്നിവയിൽ നിന്നുള്ളവർ ആയിരിക്കണം. അപ്പോൾ എന്താണ്, ഈ 9 പേരിൽ 4 പേര് എങ്കിലും സ്ത്രീകളായിരിക്കണം, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ, മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർ, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ എന്നിവയിൽ നിന്നുള്ളവരായിരിക്കണം എന്ന് എന്താണ് നിർബന്ധമുണ്ട്. ചെയർമാൻ്റെ ശമ്പളവും അലവൻസുകളും മറ്റ് ജോലി സാഹചര്യങ്ങളും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് തുല്യമായിരിക്കും. ആരെയാണ്? ഈ ലോക്പാലിൽ ചെയർമാൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ചെയർമാൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ചെയർമാൻ്റെ ശമ്പളവും അലവൻസും മറ്റ് ജോലി സാഹചര്യങ്ങളും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് തുല്യമാണ്. നമ്മളിപ്പോൾ പഠിച്ചായിരുന്നല്ലോ ലോക്പാൽ ചെയർമാൻ ആകുന്നതിന് ഉള്ള സാഹചര്യം എന്താണെന്ന്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അവരുടെ ശമ്പളവും കാര്യങ്ങളൊക്കെ എന്താണ്, അലവൻസ് എല്ലാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ആരുടെ? ചെയർമാൻ്റെ. ഓക്കെ. അംഗങ്ങളുടെ ശമ്പളവും അലവൻസും മറ്റ് തൊഴിൽ സാഹചര്യങ്ങളും എന്നിവ സുപ്രീം കോടതി ജഡ്ജിയുടേതിന് തുല്യമാണ്. എന്താണ്? അംഗങ്ങളുടെ ശമ്പളവും അലവൻസും മറ്റു കാര്യങ്ങളും എന്താണ്, സുപ്രീം കോടതി ജഡ്ജിയുടേതിന് സമാനമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ചെയർമാൻ്റെ ശമ്പളവും അലവൻസ് കാര്യങ്ങളെല്ലാം
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് തുല്യമായിരിക്കും. അതുപോലെ അംഗങ്ങളുടെ ശമ്പളം, അലവൻസ്, മറ്റ് തൊഴിൽ സാഹചര്യങ്ങളൊക്കെ എന്താണ്, സുപ്രീം കോടതി ജഡ്ജിയുടേതിന് സമാനമായിരിക്കും. അപ്പോൾ ഈ 2 പോയിൻറ്റും ഒന്ന് ക്ലിയർ ആക്കി പഠിച്ചു വച്ചേക്കുക. ഇതൊക്കെ നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ പറയുന്ന ഓരോ പോയിൻറ്റുകളും ഓരോ ചോദ്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം പഠിക്കാനായിട്ട്. നമ്മൾ മൈന്യൂട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ പോയിൻറ്റുകളായിരിക്കും നമ്മുടെ എക്സാം ഹാളിൽ നമ്മുടെ 1 മാർക്ക് കളയുന്നത്, നെഗറ്റീവിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. വളരെ ചെറിയ രീതിയിലായിരിക്കും ഇവർ ക്വസ്റ്റ്യൻ ഇടുമ്പം നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിക്കൊക്കെ ആയിരിക്കും ഓപ്ഷനൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. എല്ലാ ശമ്പളവും, അലവൻസുകളും, പെൻഷനുകളും ഉൾപ്പെടെ ലോക്പാലിൻ്റെ ഭരണപരമായ ചെലവുകൾ ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് എടുക്കുക. എവിടെ നിന്നാണ്? എല്ലാ ശമ്പളങ്ങളും, അലവൻസ്, പെൻഷൻ ഉൾപ്പെടെ ലോക്പാലിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് ഈടാക്കുന്നത്. ചെലവുകളെല്ലാം ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ഈടാക്കുന്നു. ചെയർമാൻ്റെയും അംഗങ്ങളുടെയോ കാലാവധി തീരുന്നത് കുറഞ്ഞത് 3 മാസം മുമ്പെങ്കിലും പുതിയ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ആര് സ്വീകരിക്കണം? പ്രസിഡൻറ്റ് സ്വീകരിക്കണം. അതായത് ഇപ്പം ഒരു ചെയർമാൻ്റെയോ അല്ലെങ്കിൽ ഒരു അംഗങ്ങളുടെയോ കാലാവധി തീരാറായി, അത് നമുക്കറിയാലോ, എപ്പോൾ തീരാറാവും എന്ന് നമുക്ക് അറിയാം. അപ്പം ആ ഒരു കാലാവധി തീരുന്നതിന് കുറഞ്ഞത് 3 മാസം മുമ്പെങ്കിലും പുതിയ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും എന്താണ്? പ്രസിഡൻറ്റ് സ്വീകരിച്ചിരിക്കണം. 3 മാസം മുമ്പ് കറക്റ്റായിട്ട് പ്രസിഡൻറ്റ് അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മാസക്കണക്കുകളെല്ലാം നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചെറിയ മാസങ്ങൾ, വർഷങ്ങൾ, അതെല്ലാം നമ്മളൊന്ന് നോക്കിയിരിക്കുക. ആവശ്യമായ നടപടികൾ പ്രസിഡൻറ്റ് സ്വീകരിച്ചിരിക്കണം. ഒരിക്കൽ നിയമിക്കപ്പെട്ടാൽ അവരെ പിരിച്ചുവിടാൻ സർക്കാരിന് സാധിക്കില്ല. ഒരു ഇംപീച്ച്മെൻറ്റ് പ്രമേയത്തിലൂടെ സുപ്രീം കോടതിയുടെ അധികാരത്തോടെ മാത്രമേ ലോക്പാലിനെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരിക്കൽ നിയമിക്കപ്പെട്ടാൽ ഇവരെ പിരിച്ചുവിടാൻ സർക്കാരിന് സാധിക്കില്ല. ഇംപീച്ച്മെൻറ്റ് പ്രമേയത്തിലൂടെ സുപ്രീം കോടതിയുടെ അധികാരത്തിലൂടെ മാത്രമാണ് ഇവരെ നീക്കം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് പെട്ടെന്ന് പോയിട്ട് അവരെ പിരിച്ചുവിടാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. നമ്മുടെ പ്രസിഡൻറ്റിനെയൊക്കെ ഇംപീച്ചിലൂടെ മാത്രമല്ലേ നമുക്ക് പിരിച്ചുവിടാൻ പറ്റത്തുള്ളൂ. ആ ഒരേ മെത്തേഡ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഏകദേശം ഒരു മെത്തേഡൊക്കെ അതുപോലൊക്കെ തന്നെയാണ് ഇതിലും. അതുപോലെ നമ്മുടെ പ്രസിഡൻറ്റിനെയൊക്കെ പിരിച്ചുവിടണമെങ്കിൽ നമുക്ക് ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ലോക്പാലിലെ അംഗങ്ങളെയും ഒരു ഇംപീച്ച്മെൻറ്റിലൂടെ സുപ്രീം കോടതിയുടെ അംഗീകാരത്തോടെ മാത്രമേ ഇവരെ പിരിച്ചുവിടാനായിട്ട് പറ്റത്തുള്ളൂ. ആർക്കൊക്കെ പരാതി നൽകാം എന്നതിന് പരിമിതികളില്ല. ആർക്ക് വേണമെങ്കിലും പരാതി നൽകാം. ആർക്കൊക്കെ പരാതി നൽകാം എന്നതിന് എന്താണ്? പരിമിതികളില്ല. പരാതിപ്പെടുന്ന വ്യക്തി എന്താണ്? തൻ്റെ സാധുവായ തിരിച്ചറിയൽ രേഖ സമർപ്പിക്കണം. വ്യക്തി വിദേശിയാണെങ്കിൽ ഒരു പാസ്പോർട്ട് മാത്രമേ സാധുവായ തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കുകയുള്ളൂ. പരാതി ഇലക്ട്രോണിക് രീതിയിലും നമുക്ക് കൊടുക്കാം. അങ്ങനെയെങ്കിൽ വ്യക്തി അടുത്ത 15 ദിവസത്തിനുള്ളിൽ സാധുവായ തിരിച്ചറിയൽ രേഖയുടെ പ്രിൻ്റഡ് കോപ്പി ലോക്പാലിന് സമർപ്പിക്കണം. നമുക്ക് ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം. പക്ഷേ പരാതി കൊടുക്കുന്നവരെന്താണ്? അവരുടെ തിരിച്ചറിയൽ രേഖ സമർപ്പിക്കണം. അദ്ദേഹം ഒരു വിദേശിയാണെങ്കിൽ ഒരു പാസ്പോർട്ട് മാത്രമേ സാധുവായ തിരിച്ചറിയൽ രേഖയായിട്ട് സ്വീകരിക്കുകയുള്ളൂ. പരാതി ഇപ്പം ഇലക്ട്രോണിക്സ് രീതിയിലാണ് നൽകുന്നതെങ്കിൽ എന്താണ്? അടുത്ത 15 ദിവസത്തിനുള്ളിൽ സാധുവായ തിരിച്ചറിയൽ രേഖയുടെ പ്രിൻ്റ് ഔട്ട് കോപ്പി ലോക്പാലിന് സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. പരാതി ഇംഗ്ലീഷിലോ ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഷയിലോ നൽകാം. പരാതി ഇംഗ്ലീഷിൽ വേണമെങ്കിൽ നൽകാം. അതല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം ഷെഡ്യൂളിൽ കുറേ ഭാഷകളെ പറ്റി പറയുന്നുണ്ട്. എത്രയാണ്? 22 ഭാഷയോളം പറയുന്നുണ്ട്. ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്കെന്താണ്? പരാതി നൽകാം. പരാതി ലഭിച്ചാൽ CBI പോലുള്ള അന്വേഷണ ഏജൻസിയുടെ സഹായത്തോടെ പ്രാഥമിക അന്വേഷണം ആരംഭിക്കാൻ ലോക്പാലിന് ഉത്തരവിടാം. ഈ അന്വേഷണം 60 ദിവസത്തിനകം നടത്തി പൂർണ്ണമായ റിപ്പോർട്ട് ലോക്പാലിന് സമർപ്പിക്കണം. പരാതി ലഭിച്ചാൽ എന്താണ്? CBI പോലുള്ള അന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ പ്രാഥമിക അന്വേഷണം ആരംഭിക്കാൻ ലോക്പാലിന് ഉത്തരവിടാം. CBIയെ കൊണ്ട് നമുക്ക് അന്വേഷിപ്പിക്കാം. ഈ അന്വേഷണം എന്താണ്? 60 ദിവസത്തിനകം പൂർണ്ണമായ റിപ്പോർട്ട് ലോക്പാലിന് സമർപ്പിക്കണം. 60 ദിവസത്തിനകം ഇത് നമ്മൾ എന്താണ്
അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ലോക്പാലിന് CBI ആണ് ഈ അന്വേഷിക്കുന്നതെങ്കിൽ അവർ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന് തൻ്റെ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകും. റിപ്പോർട്ട് വായിക്കുകയും ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ്റെ ഭാഗം കേൾക്കുകയും ചെയ്ത ശേഷം ലോക്പാലിന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ സമിതി അംഗങ്ങൾക്ക് പൂർണ്ണമായ അന്വേഷണത്തിന് ഉത്തരവിടാം. ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആരോപണം കിട്ടുവാണെങ്കിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന് തൻ്റെ ഭാഗത്തെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കാൻ സാധിക്കും. അതുപോലെ റിപ്പോർട്ട് വായിക്കുകയും ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ്റെ ഭാഗം കേൾക്കുകയും ചെയ്ത ശേഷം ലോക്പാലിന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ സമിതി അംഗങ്ങൾക്ക് പൂർണ്ണമായ അന്വേഷണത്തിന് ഉത്തരവിടാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിക്കെതിരെ എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തൻ്റെ ഭാഗം എല്ലാം ക്ലിയറാക്കി പറയാനുള്ള ഒരു അവസരം നൽകുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ട് വായിച്ച് ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ്റെ ഭാഗം കേൾക്കുകയും ചെയ്ത ശേഷം ലോക്പാലിന് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടാൽ സമിതി അംഗങ്ങൾക്ക് പൂർണ്ണമായ അന്വേഷണത്തിന് ഉത്തരവിടാമെന്നാണ് പറയുന്നത്. അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലോക്പാലിനും ഉചിതമായ അധികാര പരിധിയിലുള്ള കോടതിക്കും അന്വേഷണ ഏജൻസി സമർപ്പിക്കും. എന്താണ് ചെയ്യുന്നത്? അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലോക്പാലിനും അതുപോലെ ഉചിതമായ അധികാര പരിധിയിലുള്ള കോടതിക്കും അന്വേഷണ ഏജൻസി സമർപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്തായിരുന്നു? ലോക്പാലിനെ പറ്റി അത്യാവശ്യപ്പെട്ട പോയിന്റുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളിൽ ലോക്പാലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കളയാൻ പറ്റിയ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം തന്നെ PSC എടുത്ത് ചോദിക്കുന്നതാണ്. ഇതിൽ എത്ര അംഗങ്ങളുണ്ടാവും? എത്ര അംഗങ്ങളാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ലോക്പാലിൽ 9 അംഗങ്ങളാണ്. ഒരു ചെയർപേഴ്സൺ ഉണ്ടാകും, ഒരു ചെയർമാൻ ഉണ്ടാകും, 4 ജുഡീഷ്യൽ അംഗങ്ങളുണ്ടാകും, 4 സാധാരണ അംഗങ്ങളുണ്ടാകും. ഇവരിൽ പകുതി പേരെങ്കിലും എന്തായിരിക്കണം? പട്ടികജാതി, പട്ടികവർഗം അല്ലെങ്കിൽ സ്ത്രീകൾ, പിന്നാക്ക വിഭാഗം എന്നിവരിൽ നിന്നുള്ളവരാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇവരെ തിരഞ്ഞെടുക്കുന്ന ബെഞ്ചിലെ അംഗങ്ങളെ പറ്റി പറഞ്ഞു. 5 പേരടങ്ങുന്ന അംഗമാണ് ഇവരിലെ തിരഞ്ഞെടുക്കുന്ന ബെഞ്ചിലുള്ളത്. അത് നമ്മൾ പറഞ്ഞു. വേറെന്താണ്? 2013 നിയമം നിലവിൽ വരുന്നതെന്ന് പറഞ്ഞു. നമ്മൾ രാജ്യസഭ ഒപ്പുവെച്ചത്, ലോക്സഭ പാസ്സാക്കിയത്, പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്, നിയമം നിലവിൽ വരുന്ന ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞു. പിന്നെ എന്താണ് നമുക്ക് നോക്കാനുള്ളത്? നമുക്ക് ലോകായുക്തയെ പറ്റി ഒന്ന് നോക്കാം. ലോകായുക്തയും 2013 വരുന്നത്. അതിനു മുമ്പ് തന്നെ ലോകായുക്ത പല സംസ്ഥാനങ്ങളിലും ലോകായുക്ത നിലവിലുണ്ടായിരുന്നു. 1971 മഹാരാഷ്ട്രയിൽ ആദ്യമായി ലോകായുക്ത നിലവിൽ വന്നു. നിലവിൽ വന്നു. അതിനുശേഷം കേരളത്തിൽ എന്നാണ് നിലവിൽ വന്നത്? കേരളത്തിൽ ലോകായുക്ത നിലവിൽ വരുന്നത് 1999 ഈ ലോകായുക്തയെയും ലോകായുക്തയൊക്കെ നിയമിക്കുന്നത് ആരാണ്? അത് ഗവർണറാണ്. ഓക്കെ അല്ലേ? അപ്പം ലോക്പാലിലെ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പ്രസിഡൻ്റ് ആയിരിക്കും. ലോകായുക്തയിലെയും അതുപോലെ ഉപലോകായുക്ത അംഗങ്ങളെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗവർണറായിരിക്കും. കേരളത്തിൽ ലോകായുക്ത നിലവിൽ വന്നത് 1999 അതിനു മുമ്പ് തന്നെ 1971 ഇവിടെ വന്നു. മഹാരാഷ്ട്രയിൽ ആദ്യമായി ലോകായുക്ത നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കാണുക, നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക. അപ്പോൾ വീണ്ടും ഒരു ക്ലാസ്സുമായി കാണാം. അതുവരെ ഓക്കെ, താങ്ക് യു.